ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഒരു ദോശ ഉണ്ടാക്കുകയാണ് ഫ്രണ്ട്സ്. അതിനായി മാവ് കോരി ഒഴിച്ച് നന്നായി നിരത്തിയെടുക്കുക. അല്പം ഒന്ന് മൂത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് തക്കാളി മസാല വച്ചു കൊടുക്കാം. തക്കാളി മസാലയ്ക്ക് അത്യാവശ്യം എരിവ് ഉണ്ടായിരിക്കണം. ഇതാകുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത കറി സെപ്പറേറ്റ് ചൂടാക്കി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുള്ള കുറുക്ക് വഴിയും കൂടെയാണ് ഇത്. ഇതുപോലെ പരത്തി പരത്തി വച്ചു കൊടുക്കുക. ഒന്ന് മറിച്ചടിച്ചു കൊടുക്കുക. സംഭവം തരികിടയാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. തക്കാളി മസാല മൂക്കാനുള്ള സമയം കൊടുത്തതിന് ശേഷം മാത്രമേ ദോശ ഇളക്കിയെടുക്കാവൂ. അതല്ലെങ്കിൽ തക്കാളി മസാല ദോശക്കല്ലിൽ നിന്ന് കോരി കഴിക്കേണ്ടി വരും. തക്കാളി മസാല ഇതുപോലെ നല്ലവണ്ണം മൂത്തിട്ടുണ്ടെങ്കിൽ ദോശക്കല്ലിൽ പിടിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക.